അടുത്തൊരു കലാപ്രകടനവുമായി നമ്മുടെ കലക്കും തൃശ്ശൂരിന്റെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് കാർത്തിക് ആണ്. കാർത്തികിന്റെ വിശേഷങ്ങളിലേക്ക് പോയാൽ കാർത്തിക് ഹായ്. ഹലോ. ഏതായിരുന്നു ഐറ്റം? ഏതായിരുന്നു? മാപ്പിളപ്പാട്ട്. മാപ്പിളപ്പാട്ട്. എവിടുന്നാ വരുന്നത്? തിരുവനന്തപുരം. തിരുവനന്തപുരത്ത്. ഏത് സ്കൂള്? SKVHSS SKVHSS നന്ദിയോട്. നന്ദിയോട്. അപ്പോൾ ഏതാ ക്ലാസ്സിൽ പഠിക്കുന്നത്? ഞാൻ +1. +1. അപ്പൊ അടുത്ത വർഷം ഒരു മത്സരം കൂടെ ഉണ്ട്. അടുത്ത വർഷമുണ്ട്. മാപ്പിളപ്പാട്ട് മാത്രമേ ഉള്ളൂ? മാപ്പിളപ്പാട്ടിന് ദഫ്മുട്ട് ഉണ്ടായിരുന്നു. ദഫ്മുട്ട് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞു. മാപ്പിളപ്പാട്ടിന് എ ഗ്രേഡ്. മാപ്പിളപ്പാട്ടിന് ഗ്രേഡ്. ഏതാ പാടിയത്? ഞാൻ ഷമർ ചൊങ്കിൽ എന്ന് പറയുന്ന ഒരു പാട്ട്. ആരെഴുതിയതാ? അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയോ? ബദറുദ്ദീൻ പറഞ്ഞ ഒരു മാഷാണ് എഴുതിയത്. എങ്ങനെ പഠിച്ചത്? ഇത് സ്വന്തമായിട്ട് പഠിച്ചെടുത്തതാണോ? അല്ലല്ല, എനിക്ക് മാഷ് ഉണ്ടായിരുന്നു മലപ്പുറത്തുനിന്ന്, ഇർഷാദ് റാംബിക്കൽ മാഷ്. ഞാൻ അഫ്സൽ മാഷ് ഉണ്ടായിരുന്നു. സാർ നേരിട്ട് വന്ന് പഠിപ്പിച്ചതാണ്. ഓക്കെ, പാടാലോ? പാടിക്കോളൂ. ശമർ ചൊങ്കിൽ തിരുസ്വദരദിന്നല ചുവടിടും തുടനി സുവർ ചങ്കിൽ കുത്തിയറുത്തുടൽ തേറിത്തുടൻ തലയതിനെ സുമിതത്തോർ മുഖത്താലെ കറുക്കിച്ചെന്നവന് തുപ്പി അമറോടും കുലൈ തങ്കൈ താനം സുമസമബദനുടൻ തല തെറിച്ചുടൽ വിട്ട് അമറിൻ സൈഫതിലെങ്കൈ താനം ബദരാലെ സ്വദരാലെ ഇശലൂതും മഷിയാലെ സുഹൃതരെ വികൃതരെ ചേദംബിതമിത ക്രോധം വരുമിത ശോകം മുന്തും കഥ ഇതിനെ കുറുകിടണേ ശമർ ചൊങ്കിൽ തിരുസ്വദരദിന്നല ചുവടിടും തുടനി സുവർ ചങ്കിൽ കുത്തിയറുത്തുടൽ തെറിത്തുടൻ തലയതിനെ. ഈ മാപ്പിളപ്പാട്ടുകളൊക്കെ പാടാനും കേൾക്കാനും ഇഷ്ടമാണോ, അല്ലെങ്കിൽ ഒരു കലോത്സവ മത്സരം ഐറ്റം എന്ന നിലയ്ക്ക് പഠിച്ചെടുത്തതാണോ? ഞാൻ +1 മാപ്പിള കലയെ പറ്റി ശരിക്കും അറിഞ്ഞു തുടങ്ങിയത്. ഞാൻ അതുവരെ CBSE പഠിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് മാപ്പിള കല എന്താണെന്നും അതിൻ്റെ എന്തൊക്കെയാണ് അതിലുള്ളതെന്നും എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. അപ്പം അതിനുശേഷമാണ് ഇത് പഠിച്ചതെന്ന് പറയാം.